ഞങ്ങൾ അവിടെ നിന്ന് കറന്നതാ. ആഹാ ദാ കണ്ടോട്ടാ, അടിപൊളി. ദേ കണ്ട, അടിപൊളി. അവിടെ കാണുന്ന പ്രശ്നമല്ല. ഇത് നല്ലൊരു കടിഞ്ഞൂൽ പശുവിനെ അതാ ഇപ്പൊ ഇറക്കൂട്ടാ. ഇതിപ്പോ പ്രസവിച്ചിട്ട് ഇപ്പൊ ഒരു 3 ദിവസമായിട്ടുള്ളൂ. ഇത് പ്രസവിച്ചിട്ട് 3 ദിവസം അല്ലേ? 4 വല്ലില്ല. സുന്ദരിയാണല്ലോ. അതെ ആ ഒരു കടിഞ്ഞൂലിന് ആ ഒരു നീരൊക്കെ ഉണ്ടല്ലേ? അതെ അതെ. ഈ കണ്ട മടിച്ചിട്ട് കണ്ടോ, നല്ല പശുവിന്റെ ഹൈറ്റ് കണ്ടില്ലേ? അതെ അതെ അതെ. വാ, വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. മിക്കവാറും ഒരു 5.5 അടി ഹൈറ്റ് മേലെ ഉണ്ടാവും അല്ലേ? അതെ അതെ. ഇതിന്റെ മടിച്ചിട്ട് കണ്ടോട്ടാ. ഇതാണ് അമ്പോ. അതെ നീരുണ്ട്. ആ പ്രസവിച്ചതിന്റെ ആണ്. അതെ ഒരു 10 ദിവസം ആവും അത്. ശരിക്കും അപ്പൊ ഈ ഒരു പശുവിന് എന്തോരം പാല് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതിപ്പോ നമുക്കൊരു 20-22 അത്ര മാക്സിമം. അപ്പൊ ഞങ്ങളിവിടെ പറയുന്നത് ഒരു 18ആണ്. നമുക്കൊരു 20-22 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ശരി, ഇതിന്റെ പല്ലൊന്ന് കാണിക്കോ ബ്രോ? ചിലപ്പോ കടിഞ്ഞൂലായോണ്ട് പല്ല് 4 പല്ലല്ലേ? ഓക്കെ, 4 പല്ല്. ആ ഒരു കടിഞ്ഞൂല ഒരു ഇതല്ലേ? ശരിക്കും അപ്പൊ ഇത്രയുള്ള പശുവിനെ നമുക്ക് കൊണ്ടുപോയി എത്ര പ്രസവം വരെ നിർത്താൻ പറ്റും? 6 പ്രസവം വരെ നമുക്ക് നിർത്താം. ഇതൊക്കെയാണ് ശരിക്കും ഫാമിൽ നിർത്തേണ്ടത് അല്ലേ? ഈ നൈസ് സ്കിന്നാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇത് കൈക്കറവയാണെങ്കിലും അതെല്ലാം മെഷീൻ കറവയാണെങ്കിലും കുഴപ്പമില്ല. കൈക്കറവയൊന്നും പ്രശ്നമല്ല. ഇതിപ്പോ നമുക്ക് അഴുക്കായതുകൊണ്ടാണ് ഇപ്പോ അതിനെ എന്താ പറയാ ഒരു വൃത്തിയില്ലായ്മ തോന്നണേ. ഇപ്പൊ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ചിട്ടില്ല നമ്മള്. നമ്മളിപ്പോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ വണ്ടിയിൽ ഇറക്കിയുള്ളൂ. അതെ അതെ. അവിടെ കിടന്നിട്ടുള്ള വളത്തിന്റെ ഒരു അഴുക്കൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള പശുക്കളെ ഇപ്പൊ ചിന്താമണി പോയിട്ട് ഡയറക്റ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യണ്ട. അതെന്താ പറയാനുള്ളത്? നമുക്ക് ഡയറക്റ്റ് എടുക്കുന്നോണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണേലും പോയി ഏത് മാർക്കറ്റിൽ വേണമെങ്കിലും എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പശുവിനെ എടുക്കാൻ അറിഞ്ഞാൽ മതി. വേറെ പാടെ പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് ഇപ്പൊ പാർട്ടികൾ പോകുമ്പോ ചെറിയ വേരിയേഷൻ വരും. ശരി, അപ്പൊ അതാ ഇത്തരത്തിലുള്ള നല്ല ഹൈബ്രിഡ് ചിന്താമണി പശുക്കളെ വാങ്ങാൻ വേണ്ടി നമ്മുടെ ക്ഷീര ഡയറി ഫാമിൽ കോൺടാക്ട് ചെയ്താൽ. അതെ അതെ.